പിന്നെ തുപ്പി എന്തുകൊണ്ട് MRG ഇറങ്ങാത്തെ? ഞാൻ MRG ഇറങ്ങാത്തെന്ന് വെച്ചാൽ എനിക്ക് ആരും ഇല്ലാത്തപ്പോൾ, അതായത് ഒന്നും ഇല്ലാത്തപ്പം എന്നെ എടുത്ത് വളർത്തിയ ഒരു ടീമായിട്ടാണ് ഞാൻ MRG കാണുന്നത്. മനസ്സിലായി? അതെനിക്ക് എപ്പോഴും എൻ്റെ ഉള്ളിൽ ഒരു ഫസ്റ്റ് പ്ലേസ് ആയിട്ട് ഞാൻ MRG കാണുന്നുണ്ട്. അതിൽ നിന്ന് ഞാൻ ഒരിക്കലും ഇനി അങ്ങോട്ടും എത്ര കാലം കഴിഞ്ഞാലും, എത്ര വർഷം കഴിഞ്ഞാലും MRG ഞാൻ ഒരിക്കലും ഇറങ്ങൂല. അത് ഉറപ്പായത്. ഇപ്പം എത്ര വലിയ ക്ലാൻ എന്നെ വിളിച്ചാലും, അല്ലെങ്കിൽ എത്ര വലിയ മീൻസ് ഞാൻ ഈ ഗെയിം കളിക്കാൻ മാത്രമായിട്ട് വേറെ പല ക്ലാനുകളുടെ ഒന്നിച്ചല്ല ഞാൻ കളിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ MRG എന്ന് പറഞ്ഞ സാധനം ഞാൻ ലെഫ്റ്റ് അടിക്കൂല ഒരിക്കലും. ഇത് ഫോർ എവർ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ MRG ഫോർ എവർ എന്ന് പറയുന്നത് കേട്ടില്ല. കാരണം വെച്ചാൽ ഇത് നമുക്കൊരു ഇമോഷനാണ്. ഇത് നമ്മളെ സൈൻ ലാംഗ്വേജ്. ഡബ്ല്യു തിരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. ഡബ്ല്യു അത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഡബ്ല്യു പോലില്ലേ, വിന്നേഴ്സ് അങ്ങനെ. ഇതെങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കയ്യിൽ എപ്പോഴും ഇങ്ങനെ വെച്ചേക്കണേണോ? പെട്ടെന്ന് ഇങ്ങനെ അല്ല, ഇത് ഇങ്ങനെ എപ്പം വേണമെങ്കിൽ ആക്കാം. എന്റെ കയ്യൊന്നും പെട്ടെന്ന് ആവില്ല. അത് നമ്മൾ ആക്കി ശീലിച്ചില്ലേ ഇങ്ങനെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാല്, ഒരു സെക്കൻഡ്, ഈ 3 മണിക്ക് തൊപ്പീനെ വിളിക്കുന്നത് ആര്? ഇത് തൊപ്പിയുടെ ന്യൂ ഗേൾഫ്രണ്ട് റിവീൽ. എന്റെ ഫ്രണ്ടാ. പക്ഷെ ഇതില് വരുന്നത്, വീഡിയോയിലോ ഇതിലോ വരുന്നത് ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ഒരാളാ. ഓ, ഗേളാണോ? അല്ലല്ല, ഒരു ആളാ, ഒരു ഡോണാ ആള്. അയാളൊരിക്കലും അല്ല, കട്ട് ചെയ്യണ്ടായിരുന്നില്ല, ഞാൻ പേര് പറയുന്നില്ലല്ലോ. അല്ല, പുള്ളി ഒരിക്കലും ക്യാമറന്റെ മുന്നിലോ പേര് വെളിപ്പെടുത്താനോ ആഗ്രഹിക്കാത്ത ആളാണ്. അപ്പം നമ്മളെന്താ പറഞ്ഞോണ്ടെന്ന്, നമ്മള് ഡബ്ല്യു. അപ്പൊ MRGനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ ചരിത്രം ആണ് ഇങ്ങനെ ബാക്കി കിടക്കുന്നത്. നമ്മളെല്ലാം സ്റ്റാർട്ടിങ് സ്റ്റേജ്, അതായത് എത്രയോ വർഷം മുന്നേ തുടങ്ങിയതാണ്. അതായത് ഇപ്പോഴും പണ്ടത്തെ ഇതെല്ലാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കും. പണ്ട് നമ്മൾ കളിച്ചുകൊണ്ടിരുന്ന, അതായത് ആ ടൈമൊന്നും ഫേസ് ഒന്നും ഇല്ല, ആരും ഫേസ് ക്യാം ഒന്നും ഇല്ല. ഇപ്പോൾ ഈഗിളായാലും സായിപ്പായാലും ഞാനായാലും ആരും ഫേസ് ക്യാം ഒന്നും ഓണാക്കില്ല. നമ്മളെല്ലാം സൗണ്ട് മാത്രമേ കേൾക്കൂ. ചില ഇതിൽ കുറേ പണ്ടത്തെ എടുത്ത് നോക്കുകയാണെങ്കിൽ സൗണ്ട് പോലും ഉണ്ടാവില്ല. നമ്മൾ ഗെയിം കളിക്കുന്ന ആ മൊമെന്റ് മാത്രമേ ഉള്ളൂ. അതായത് നമ്മളെ ഗെയിമിലെ ക്യാരക്ടേഴ്സ് ഉണ്ടാവും. അതായത് നമ്മൾ ഈ റിയൽ ലൈഫിൽ എൻ്റെ ഈ ബോഡി പോലെ ഗെയിമിൽ ക്യാരക്ടർ ഉണ്ടാവും, അതറിയാലോ. അപ്പോൾ ഗെയിമിൽ ഓരോ ക്യാരക്ടറിനും ഓരോ ഡ്രസ്സും ഓരോ ഇതെല്ലാം ആയിരിക്കും. അപ്പോൾ എൻ്റെ ക്യാരക്ടർ, സായിപ്പിനൊരു ക്യാരക്ടർ, ഈഗിളിനൊരു ക്യാരക്ടർ, നമ്മളാ അങ്ങനെ ഗെയിം ഒരുമിച്ച് കളിക്കുമ്പോഴുള്ള ഒരു സംഭവമില്ല. പണ്ടത്തെ എല്ലാം എടുത്ത് നോക്കുമ്പോൾ ഇപ്പം ഭയങ്കര നൊസ്റ്റാൾജിക് ആണ് അതല്ലോ. ഓക്കെ. അപ്പം തൊപ്പി ഒരിക്കൽ ലൈവ് സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കണതിൻ്റെ ഇടയ്ക്ക് പോലീസ് വന്ന ഡോറ് പൊളിച്ച് ഒരു കുറേ ആയില്ല, 2-3 വർഷം അല്ല 3 വർഷം എനിക്ക് തോന്നുന്നു തൊപ്പി അതിനെപ്പറ്റി എവിടെയും അങ്ങനെ പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടോ എനിക്ക് ഓർമ്മയില്ല. അതെന്ന് വെച്ചാൽ ആ സമയത്ത് അങ്ങനെയാണെന്ന് തോന്നുന്നു. ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നെ കൂടുതൽ പുറത്തുനിന്ന് ഗെയിമേഴ്സ് അല്ലാണ്ട് പുറത്ത് ആൾക്കാർ അറിഞ്ഞത് അങ്ങനെയാണെന്ന് തോന്നുന്നു. ആ കേസ് വന്ന് പോലീസ് പിടിച്ചു എന്നിട്ട് ഇപ്പോൾ ഈ ഇയർക്ക് വേടനെ പോലീസ് പിടിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര എല്ലായിടത്തും അത് എത്തിയില്ലേ. അതുപോലെ പോലീസ് പിടിച്ചാൽ ഭയങ്കര എൻ്റെ ആ സമയത്ത് ഭയങ്കര എനിക്ക്, അതായത് ആ സമയത്ത് എനിക്ക് കുട്ടികൾ മാത്രമേ എനിക്ക് ഓഡിയൻസ് ഉണ്ടായിരുന്നുള്ളൂ. അതിന് ശേഷം എനിക്ക് മുതിർന്ന ആൾക്കാർ ഓഡിയൻസ് വന്നത് എന്നെ പോലീസ് പിടിച്ചതിന് ശേഷം. അത് പക്ഷേ ഒരു കേസാണ്, അത് പറയാൻ കൊള്ളാത്ത വളിക്കേസ് എന്ന് പറയും. വളിക്കേസ്, അതായത് ഞാൻ മലപ്പുറത്തൊരു ഉദ്ഘാടനത്തിന് പോയി. അവിടെ ആ സമയത്ത് ഞാൻ ഭയങ്കര ക്രേസി മൈൻഡാ. എനിക്ക് എവിടെയും ആരോടും റെസ്പെക്ട് ഇല്ല, എവിടെയും പോയി എന്തും വിളിച്ചു പറയാം, അങ്ങനത്തെ ഒരു മൈൻഡാ. തൊപ്പി ഒരിക്കൽ ലൈവ് സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കണതിൻ്റെ ഇടയ്ക്ക് പോലീസ് വന്ന ഡോറ് പൊളിച്ച് ഒരു, അത് കുറേ ആയില്ല, 2-3 വർഷം അല്ല 3 വർഷം മുന്നേ. എനിക്ക് തോന്നുന്നു തൊപ്പി അതിനെപ്പറ്റി എവിടെയും അങ്ങനെ പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടോ എനിക്ക് ഓർമ്മയില്ല. അതെന്ന് വെച്ചാൽ ആ സമയത്ത് അങ്ങനെയാണെന്ന് തോന്നുന്നു. ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നെ കൂടുതൽ പുറത്തുനിന്ന് ഗെയിമേഴ്സ് അല്ലാണ്ട് പുറത്ത് ആൾക്കാർ അറിഞ്ഞത് അങ്ങനെയാണെന്ന് തോന്നുന്നു. ആ കേസ് വന്ന് പോലീസ് പിടിച്ചു എന്നിട്ട് ഇപ്പോൾ ഈ ഇയർക്ക് വേടനെ പോലീസ് പിടിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര എല്ലായിടത്തും അത് എത്തിയില്ലേ. അതുപോലെ പോലീസ് പിടിച്ചാൽ ഭയങ്കര എൻ്റെ ആ സമയത്ത് ഭയങ്കര എനിക്ക്, അതായത് ആ സമയത്ത് എനിക്ക് കുട്ടികൾ മാത്രമേ എനിക്ക് ഓഡിയൻസ് ഉണ്ടായിരുന്നുള്ളൂ. അതിന് ശേഷം എനിക്ക് മുതിർന്ന ആൾക്കാർ ഓഡിയൻസ് വന്നത് എന്നെ പോലീസ് പിടിച്ചതിന് ശേഷം. അത് പക്ഷേ ഒരു കേസാണ്, അത് പറയാൻ കൊള്ളാത്ത വളിക്കേസ് എന്ന് പറയും. വളിക്കേസ്, അതായത് ഞാൻ മലപ്പുറത്തൊരു ഉദ്ഘാടനത്തിന് പോയി. അവിടെ ആ സമയത്ത് ഞാൻ ഭയങ്കര ക്രേസി മൈൻഡാ. എനിക്ക് എവിടെയും ആരോടും റെസ്പെക്ട് ഇല്ല, എവിടെയും പോയി എന്തും വിളിച്ചു പറയാം, അങ്ങനത്തെ ഒരു മൈൻഡാ. അപ്പം
അവിടെ അത്രയും ആൾക്കാർ കൂടി വെക്കുന്നിടത്ത് ഞാൻ വണ്ടീൻ്റെ മുകളിൽ കയറി നിന്ന് ഒച്ചത്തിൽ വളിപ്പാട്ട് പാടി. അതായത് ഒരു പാട്ട് പാടി. അതിൽ മീൻസ് ഈ വളി എന്ന് പറയുന്നത് അങ്ങനെ ഇപ്പം ആലോചിക്കുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത പരിപാടിയായിരുന്നു. പക്ഷെ അത്ര വലിയ തെറ്റൊന്നും എനിക്കൊരു ക്രൈമായിട്ടൊന്നും എനിക്ക് ഇപ്പോഴും തോന്നുന്നില്ല. ഒരു ക്രൈമല്ല എന്തായാലും. പക്ഷേ എൻ്റെ മോനെ ആ സമയത്ത് ഇപ്പം ഞാനിത് ചിരിച്ചുകൊണ്ട് പറയുന്നല്ലേ, ആ സമയത്ത് ഈ ഒരു വളി എന്ന് പറഞ്ഞ സംഭവം പറഞ്ഞു എന്നുള്ളതിൻ്റെ പേരിൽ എൻ്റെ വീട്ടിൽ വന്ന് വീടിൻ്റെ ഡോറ് തല്ലിപ്പൊളിച്ച് ഒരു 5-10 പോലീസുകാർ, 2 വണ്ടി പോലീസുകാർ പിടിച്ച് വലിച്ചയച്ച് കൊണ്ടുപോയി. ഞാൻ ലൈവായിരുന്നു ആ സമയത്ത്. എനിക്കറിയാം ഇവന്മാർ പണി തരാൻ വരുന്നത് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ലൈവ് തുറന്നു വെച്ചു. ഞാൻ ഒരു തെറ്റും ചെയ്യാണ്ട് തന്നെ പിടിച്ചോണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവർ പബ്ലിസിറ്റിക്ക് വേണ്ടിട്ടോ അല്ലെങ്കിൽ വേറെ എന്തോ കേസ് മറക്കാനോ വേറെ എന്തോ അവിടെ എന്തെങ്കിലും നടക്കുന്നുണ്ടാവും. അപ്പം അത് മുങ്ങുമല്ലേ ഇങ്ങനൊരു കേസ് വാർത്തയിലേക്ക് വരുമ്പോൾ. അപ്പം അതിന് വേണ്ടിയിട്ട് എന്തോ പരിപാടിയാണെന്ന് എനിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ഇത് മുൻകൂട്ടി കണ്ടിരുന്നു. അപ്പം ഡോറിന് സൗണ്ട് ഒച്ചപ്പാടും വെള്ളം കേട്ടപ്പോൾ തന്നെ ഞാൻ ലൈവ് ഓണാക്കി വെച്ച്. അങ്ങനെ പോലീസുകാർ വന്ന് ഒരു മഫ്തിയിൽ കുറച്ച് ആൾക്കാർ, അധികം ആൾക്കാരും യൂണിഫോം ഇല്ലാത്ത ആൾക്കാരാണ്. അല്ല, യൂണിഫോം ഉണ്ട്, ബൂട്ട്സ് ഉണ്ടായിരുന്നു, യൂണിഫോം ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. അങ്ങനെ ഒരു 5-10 ആൾക്കാർ ഒരുമിച്ച് കയറി വന്ന് അതിൽ എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ടോ പുള്ളി, ഞാൻ പേര് പറയുന്നില്ല, മാൻ ഒരു തല്ലി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആ സമയത്ത് എൻ്റെ മുടി മറ്റേതായിരുന്നു, വലിയ ഡ്രെഡ് ലോക്സ്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ ഇവർക്ക് എന്തോ എന്നെ ഒരു നികൃഷ്ട ജീവിയായിട്ട് തോന്നുന്നുണ്ടാവും. ഒരു പാറ്റയോ ഒരു കൂറയെല്ലാം പോലെ ഇങ്ങനെ 2 കൊമ്പലായിട്ട്. അപ്പോൾ ഇത് രണ്ടും പിടിച്ച് വലിച്ചിട്ടാണ് എന്നെ പുറത്തേക്ക് കൊണ്ടുവന്നത്. അതായത് എൻ്റെ ആ മുടി പിടിക്കാൻ നല്ല ഗ്രിപ്പാന്ന് തോന്നുന്നു, എന്താണെന്ന് എനിക്കറിയില്ല. അത് പിടിച്ച് വലിച്ച് വെച്ചിട്ടാണ് എന്നെ ജീപ്പിലേക്ക് കൊണ്ടുപോകുന്നത്. പിന്നെ കുറേ തല്ലി അവിടെ ഇട്ട് തന്നെ തല്ലി. അതായത് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് അധികം പെരുമാറിയില്ല, അവിടെ ഇട്ടിട്ട് തന്നെ നല്ല തല്ലി പിടിച്ച് കൊണ്ടുപോയി. ഞാൻ അവിടെ നിന്ന് തന്നെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന പണ്ടത്തെ 3 കൊല്ലം മുന്നുള്ള വീഡിയോയിൽ എടുത്ത് നോക്കിയാൽ കാണാം. ഞാൻ ഇങ്ങനെ ഞൊണ്ടിയിട്ടാണ് നടക്കുന്നത്, കാലെല്ലാം പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. ഇപ്പം ഞാൻ ചിരിച്ചിട്ട് പറയുന്നത് നോക്കണ്ട കേട്ടോ, ആ സമയത്ത് അത് ഭയങ്കര ട്രോമയായിരുന്നു. അതൊരു ആലോചിക്കുമ്പം തന്നെ ഒരു അവസ്ഥയാണത്. അങ്ങനെ എന്താ സ്റ്റേഷനിൽ കൊണ്ടുപോയി ഒരു ദിവസം ഫുള്ള് അവിടെ സെല്ല്, പിന്നെ കുറേ ഇൻ്ററഗേഷൻ, അങ്ങനെ കുറേ അതെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം ജാമ്യത്തിൽ ഇറങ്ങി. ഇപ്പോഴാണ് ഇങ്ങനൊരു സിറ്റുവേഷൻ വരുന്നതെങ്കിൽ എനിക്കൊരിക്കലും അങ്ങനത്തെ സിറ്റുവേഷൻ വരില്ലായിരുന്നു. ആ സമയത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് ആരും അറിയില്ല, എനിക്ക് സീറോ കണക്ഷൻസ് അല്ലെങ്കിൽ സീറോ, എനിക്ക് വക്കീലില്ല, ഒന്നുമില്ല. എനിക്ക് എന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് അറിയുന്നതിന് മുന്നേ അവരെന്നെ പിടിച്ച് വലിച്ച് കൊണ്ടുപോയി. മനസ്സിലായി, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ സമയത്താണ് ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. കാരണം ആ ടൈമിൽ എനിക്ക് തന്നെ തോന്നിപ്പോയി, അയ്യോ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്താ, അങ്ങനെ എനിക്ക് തന്നെ തോന്നിപ്പോയി, ഞാൻ എന്തൊരു ക്രൈം ചെയ്തെന്നുള്ളൊരു തോന്നലൊന്നും പോയി. പിന്നെയെന്ന് വെച്ചാൽ ഏറ്റവും ഒരു കോമഡി ആയിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ, ഇപ്പം ഇതൊക്കെ കഴിഞ്ഞ് 2-3 വർഷം കഴിഞ്ഞല്ലോ. ഇപ്പം കഴിഞ്ഞ ഒരു മാസം മുന്നോ 2 മാസം മുന്നോ ഞാൻ ഈ കല്ലൂര് സ്റ്റേഡിയത്തിൽ ഷട്ടിൽ കളിക്കാൻ പോകും. അപ്പം ഞാൻ ഷട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പോലീസ് ജീപ്പ് വന്ന് നിർത്തി. എന്നിട്ട് അങ്ങനെ ഞാൻ വെച്ചു അടുത്ത എന്തോ ഇതായി സിനാൻ ചോദിച്ചിട്ട് നിൽക്കുക. അത് വന്നിട്ട് ഒരു 3-4 പോലീസുകാർ ഒരുമിച്ച് വന്ന് സെൽഫിയെല്ലാം എടുത്തിട്ട് പോയി. അത് ഭയങ്കര മെമ്മറബിൾ സംഭവം. നേരത്തെ എന്നോട് ചോദിച്ചില്ലേ ഈ ഫാൻ മൊമെന്റ്സിൽ ഏറ്റവും മെമ്മറബിൾ ആയിട്ട് അതാണ് ഞാൻ ഓർത്തെടുക്കാൻ വിട്ടുപോയ കാര്യം ഇതാണ്. കുറച്ച് പോലീസുകാർ വന്ന് ഒന്നിച്ച് ഫോട്ടോ എല്ലാം എടുത്തിട്ട് പോയത്. അത് ഭയങ്കര ഇതായിരുന്നു.